പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായി ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തിക്കുക. ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും. അവർ നിന്നോട് യുദ്ധം ജയിക്കുകയില്ല. നിന്നെ രക്ഷിപ്പാനും വിടിവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനെ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ചിന്തിക്കുന്ന ദൈവജനം എന്ന് പറയുന്നത്, ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും എന്ന് യിരെമ്യാ പ്രവാചകനോട് യഹോവയായ ദൈവം നൽകിക്കൊടുത്ത ശക്തമായ ആലോചനയാണ്. എന്നിട്ട് പറഞ്ഞാൽ, അവർ നിന്നോട്, ഈ ലോകം ജനം നിന്നോട് യുദ്ധം ചെയ്യും, പക്ഷെ അവർ നിന്നെ ജയിക്കുകയില്ല. ഇന്ന് പകൽ പ്രാരംഭത്തിൽ ഞാൻ ദൈവമക്കളോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ, ദൈവം നിന്നെ ഒരു താമ്രഭിത്തിയാക്കി ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ആരെല്ലാം നിനക്കെതിരെ യുദ്ധം ചെയ്താലും സാത്താൻ എന്തെല്ലാം തന്ത്രമായി വന്നാലും അവർ നിന്നെ ജയിക്കുകയില്ല കേട്ടോ. പ്രവേശനോ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധികൾ തളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ താമ്രഭിത്തിയാക്കി വെക്കുന്നത്. താമ്രം കൊണ്ട് ഭിത്തി പണിതാൽ ആ ഭിത്തിയെ ആമി ഉടച്ചു നിരത്തുവാൻ ആർക്കും കഴിയില്ല. കാരണം അത്ര ബലമുള്ള ഉരുക്ക് കോട്ടയാണത്. അല്ലേരിയ. അതുകൊണ്ട് ദൈവമക്കൾ എപ്പോഴും എന്താണ്, എവിടെയും താമ്രഭിത്തിക്ക് ബലമുള്ളവരായിരിക്കണം. രക്തം ചെയ്യും. നിന്റെ തളർച്ചയിൽ, നിന്റെ ക്ഷീണത്തിൽ, നിന്റെ സങ്കടത്തിൽ, നിന്റെ ദുഃഖത്തിൽ, നിനക്ക് കടന്ന എതിർപ്പുകളുടെ നടുവിൽ, പ്രതികൂല നടുവിൽ, പോരാട്ടങ്ങളുടെ നടുവിൽ, മഹാവ്യാധികൾ, ദാരിദ്ര്യങ്ങൾ, ക്ഷാമങ്ങൾ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, 4 വശത്തുനിന്നും കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നത് പോലെ നിനക്ക് നേരെ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ അതിനു മുമ്പിൽ നീ പതറിപ്പോകാതെ യിരെമ്യാ പ്രവാചകനെ പോലെ നീ ഒരു താമ്രഭിത്തിയായി നിൽക്കുന്നെങ്കിൽ നിന്നെ തകർക്കുവാൻ ഈ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കളെ സ്തോത്രം പറഞ്ഞ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവിലൂടെ ദൈവത്തിന്റെ ആലോചന പറയുന്നത്, നിന്റെ ദേശത്തും നിന്റെ കുടുംബത്തിലും നിന്റെ സമൂഹത്തിലും ഒരു താമ്രഭിത്തിയാക്കി മാറ്റാൻ പോവുക ദൈവം. പ്രൈസ് ലോർഡ്. എന്താണ് ഈ ദൈവജനത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്? അപ്പോൾ ശിക്ഷാവിധി അല്ലെങ്കിൽ സുനിശ്ചിതം എന്നുള്ളതാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ യഹൂദ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് യിരെമ്യാവിനോട് പറഞ്ഞ ദൈവം ഈ അധ്യായത്തിൽ പറയുന്നത്, മോശയും ശമൂവേലും എന്റെ മുമ്പാകെ പക്ഷപാത പ്രാർത്ഥന നടത്തിയാൽ ഞാൻ കേൾക്കുകയില്ല എന്നാണ്. ദൈവിക ശിക്ഷാവിധിയിൽ ആ ജനം പാപപക്വമായി തീർന്നു എന്നാണ് അതിന്റെ സാരം. മരണം, വാൾ, ക്ഷാമം, പ്രവാസം എന്നീ 4 വിധ ശിക്ഷാവിധിയാണ് ദൈവം അവർക്കായി ഒരുക്കിയിരുന്നതെന്ന് 2-ാം വാക്യം കാണാൻ കഴിയും. എല്ലാവരും പ്രവാസത്തിൽ പോകേണ്ടി വരുമെങ്കിലും നല്ലൊരു അത്യല്പമായൊരു ശേഷിപ്പിനെയും അവരുടെ പ്രതിനിധിയായി യിരെമ്യാ പ്രവാചകനെയും രക്ഷിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുക. ഇസ്രായേൽ മുഴുവൻ പ്രവാസത്തിലേക്ക് പോയാലും, പാപം മുഖാന്തരം പ്രവാസത്തിലേക്ക് പോയാലും, ഒരു ചെറിയ ശേഷിപ്പിനെയും അവരെ നയിക്കുവാൻ വേണ്ടി ദൈവം യിരെമ്യാ പ്രവാചകനെയും അല്ലെങ്കിൽ ശേഷിപ്പിക്കുമെന്നാണ് പറയുന്നത്. അവരും മറ്റു ജനത്തോടൊപ്പം പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുമെങ്കിലും ദൈവം അവരെ ശുദ്ധീകരിക്കും. ഈ ശേഷിപ്പും യിരെമ്യാ പ്രവാചകനും പ്രവാസത്തിലേക്ക് പോകേണ്ടി വരെങ്കിലും ദൈവം അവരെ ശുദ്ധീകരിക്കും. ഒരു ബാലശിക്ഷ മാത്രമായിരിക്കും അവർക്ക് കിട്ടുന്നത്. ഹല്ലേലൂയ. തുടർന്നുള്ള ദൈവവചന ഭാഗം വായിക്കുമ്പോഴാണ് യിരെമ്യാ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ യിരെമ്യാവേ, നീ പ്രവാസത്തിൽ കടന്നു പോകേണ്ടി വന്നാലും ഞാനൊരു ശേഷിപ്പിനെ ശേഷിച്ച് അവർ എനിക്ക് വേണ്ടി നിന്നാലും ഞാൻ വിശുദ്ധീകരിച്ചാലും ഒരു ബാലശിക്ഷയുടെ കടത്തിവിട്ടാലും നീ ബാബേൽ പ്രവാസ കാലഘട്ടത്തിൽ ബാബേലിൽ നീ അവിടുത്തെ ജനത്തിന്, എന്റെ ജനത്തിന്, അവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് നീ ഒരു താമ്രഭിത്തിയായിരിക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ നിന്നെ ജയിക്കുകയില്ല. അതെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നെ ദൈവം അയച്ചാലും, ലോകത്തിന്റെ ഏത് സ്ഥാനത്ത് നീ ആയിരുന്നാലും, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഒരു താമ്രഭിത്തിയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ലോകം നിന്നോട് എതിർത്താലും, സാത്താന്യ ശക്തികൾ നിനക്കെതിരെ എഴുന്നേറ്റ് വന്നാലും, ഇവരുടെ രാഷ്ട്രീയ കക്ഷികൾ ഒന്നടങ്കം നിനക്ക് എഴുന്നേറ്റാലും, തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദം എഴുന്നേറ്റ് 4 സൈഡിൽ നിനക്ക് ചുറ്റും കോളിളക്കം പോലെ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ പ്രശ്നം വന്നാലും, ഹല്ലേലൂയ, നീ ഭാരപ്പെട്ടു പോകണ്ട.
ദൈവം നിന്നെ ഒരു താമ്രവൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ആമേൻ. ഉറപ്പുള്ള താമ്രവൃത്തി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അവർ നിന്നോട് യുദ്ധം ചെയ്യും, ലോകം നിന്നോട് യുദ്ധം ചെയ്യും, സാത്താനിഷ്യത്തിൽ നിന്നോട് യുദ്ധം ചെയ്യും. പക്ഷേ നീ ജലത്തിന് ആമേൻ താമ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നത് അങ്ങനെ. അതുകൊണ്ട് ഇവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ആമേൻ, ലോകം നമുക്കൊരിക്കലും അനുകൂലമല്ല. ലോകം നമുക്കൊരിക്കലും നല്ല സാഹചര്യത്തെ തരത്തില്ല. ദൈവജനത്തെ, ദൈവമക്കളെയും ക്രൈസ്തവ കൂട്ടത്തെ മുഴുവൻ കൊന്നെടുക്കാൻ വേണ്ടി തീവ്രവാദികൾ ഒന്നടങ്കം ലോകം മുഴുവൻ എഴുതിട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ എഴുതിട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതിന് തന്നെ ഈ ജനത്തിന്, ഈ ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും ഈ വർഗീയവാദികൾക്കും നടുവിൽ ദൈവം നിന്നെ ഒരു താമ്രവൃത്തിയായിട്ട് വെച്ചിരിക്കുകയാണ്. അവർ നിന്നോട് യുദ്ധം ചെയ്യുമ്പോൾ അവർ പരാജയപ്പെടും. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം വീണ്ടെടുത്ത, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ അഭിഷക്തന്മാർ ദേശത്തിന്റെ, രാജ്യത്തിന്റെ, രാഷ്ട്രങ്ങളുടെ വിവിധ ഭാഗങ്ങൾ കടന്നുപോയി സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അവർ മരണകരമായ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നാലും, അവർ ജനത്തിനു മുമ്പിൽ അടിപതറിപ്പോകാതെ, കാലിടറിപ്പോകാതെ അവർ നിലനിന്നതിന്റെ കാരണമെന്തോ, ഇരമ്യ പ്രവാചകനെ പോലെ ദൈവം ഒരു താമ്രവൃത്തിയാക്കി നിർത്തിയത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നീ വിശ്വാസത്തിൽ വന്നതിന്റെ പേര് നിന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടാലും, നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചാലും, ഭാര്യ നിന്നെ ഉപേക്ഷിച്ചാലും, മക്കളെല്ലാം ഒന്നടക്കം നിനക്ക് നിന്നെ എഴുന്നേറ്റാലും, ഹല്ലേലൂയ, അതിന്റെ നടുവിലും ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത്, അവരുടെ നടുവിൽ ആമേൻ ദൈവം നിന്നെ ഒരു താമ്രവൃത്തിയാക്കി വെക്കും. അവരെല്ലാം നിന്നോട് യുദ്ധം ചെയ്താലും നിന്നെ ജയിക്കില്ല. കാരണം നിന്നോടൊപ്പം ദൈവമുണ്ട്. ഇപ്പം ദൈവം നമ്മളെ എന്താണ് രക്ഷയിലേക്ക് നയിക്കുമ്പോൾ തന്നെ ഉറപ്പുള്ളൊരു താമ്രവൃത്തിയായിട്ടാണ് പണിയുന്നത്. ഹല്ലേലൂയ. താമ്രം എന്ന് പറഞ്ഞാൽ അല്ലെ സ്തോത്രം, അതിന്റെ ആ ലോഹം, ഹല്ലേലൂയ, അത് വളരെ കടുപ്പമേറിയതാണ്, വളരെ ഉരുക്ക് ബലമാണ്. ഹല്ലേലൂയ. അതിനെ അങ്ങനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ബലം എത്ര വലുതാണ് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കർത്താവിന്റെ മക്കൾക്ക് വിരോധമായി എപ്പോഴും ശത്രുവിന്റെ പോരാട്ടങ്ങൾ കാരണമില്ലാതെ കടന്നു വരുമ്പോൾ, ജനം നിന്നെ വെറുക്കുമ്പോൾ, ജനം നിന്നെ ഹല്ലേലൂയ ഒളിഞ്ഞിരുന്ന് അമ്പെയ്യാൻ ശ്രമിക്കുമ്പോൾ, അവർ നിന്നോട് യുദ്ധത്തിനൊരുങ്ങുമ്പോൾ, ഹല്ലേലൂയ, നീ ഭാരപ്പെട്ടു പോകരുത്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. കാരണം ആമീൻ, അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. നിന്നെ രക്ഷിപ്പാനും അല്ലെങ്കിൽ നിന്നെ വിടിവിപ്പാനും അല്ലെങ്കിൽ ദൈവത്തിന്റെ കരം നിന്നോട് കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ നിന്നോട് യുദ്ധം ചെയ്യും, ആമീൻ, ജയിക്കില്ല. നിന്നെ രക്ഷിപ്പാനും വിടിവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പൊ നിനക്ക് വിരോധമായി ശത്രു എത്ര യുദ്ധമായി കടന്നു വന്നാലും അവർ അതിനെ ജയിക്കുകയില്ലെന്ന്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അല്ലെങ്കിൽ 54-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കാണുന്നുണ്ട്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പൊ ഈ ലോകം നിനക്ക് വിരോധമായി ഒരുപാട് ആയുധങ്ങൾ ശേഖരിച്ചേക്കാം. അല്ലേ? നമ്മൾ ലോകരാജ്യങ്ങളെ കണ്ടില്ലേ? ലോകരാജ്യങ്ങളെ നാം ശ്രദ്ധിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ പരസ്പരം പോരാടാൻ വേണ്ടി, വെല്ലുവിളി ഉയർത്താൻ വേണ്ടി, പരസ്പരം സ്നേഹമില്ല, സന്തോഷമില്ല, ഐക്യമില്ലാതെ രാജ്യങ്ങൾ തമ്മിൽ കലഹിച്ച് യുദ്ധത്തിന് വേണ്ടി അനവധി ആയുധങ്ങളാണ് ഉണ്ടാക്കുന്നത്. അനവധി ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ച് രാജ്യങ്ങൾ തമ്മിൽ പോരാടുക. അതുപോലെ തന്നെ ലോകമെമ്പാടുള്ള ക്രൈസ്തവ സമൂഹത്തെ ഉപദ്രവിക്കുക, നശിപ്പിക്കുക, ക്രൈസ്തവ നാമത്തെ തന്നെ ഭൂമി ഇല്ലായ്മ ചെയ്യുവാൻ ലോകശക്തികൾ ഒന്നടങ്കം നിനക്ക് വിരോധമായി അല്ലെങ്കിൽ എഴുന്നേറ്റാലും അവരുടെ ആയുധമൊന്നും ഫലിക്കത്തില്ല. അവർ നിനക്കെതിരെ കൊണ്ടുവരുന്ന ഒരായുധവും ഫലിക്കത്തില്ലെന്നാണ്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെ നീ കുറ്റം വിധിക്കുമെന്ന്. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടി 1000 ആണ്ട് വാഴ്ചയിൽ നാം നിത്യതയിൽ, വാഴ്ചയിലും നാം നിത്യതയിൽ എത്തുന്ന സമയത്തും നിനക്ക് വിരോധമായി എഴുന്നേറ്റ ആയിരക്കണക്കിന് നാവുകളെ നീ കുറ്റം വിധിക്കാമല്ലേ, നീ സ്തോത്രം കുറ്റം വിധിക്കുന്ന ഒരു നാള് നിനക്കുണ്ടെന്ന്. അല്ലെങ്കിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നിന്റെ നാവ് കൊണ്ട് അല്ലറിയ ദൈവം കുറ്റം വിധിക്കും. അല്ലെങ്കിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും.
അപ്പൊ നിനക്ക് വിരോധം ഒരുപാട് നാവ് അല്ലേ എഴുന്നേക്കാം. ഇവിടെ ദൈവത്തിന് വചനം ശ്രദ്ധിച്ചാട്ട് ദൈവമക്കൾക്ക് വിരോധമായി എന്തെല്ലാം അസഭ്യമാണ് അവരുടെ നാവ് കൊണ്ട് ഈ ലോകം വിളിച്ചു പറയുന്നത്. ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ് ചെയ്യാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് അപരാധം ഉണ്ടാക്കി അപവാദം ഉണ്ടാക്കി ദൈവജനത്തിന്റെ മേൽ ആക്ഷേപം കൊണ്ടുവരുന്ന ഈ ലോകത്തിന്റെ ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ ദുരാത്മാക്കളെ നിറയപ്പെട്ട ഈ ജനം അല്ലേരിയ ആ നാവിനെയൊക്കെ നീ കുറ്റം വിധിക്കുമെന്ന്. അല്ലേരിയ ആ നാവിനെയൊക്കെ അല്ലേരിയ നീ കുറ്റം വിധിക്കും. പ്രൈസറോ നീ ബതറിപ്പോകണ്ട. നിന്നെ ഒരു താമ്രമതിലായിട്ട് വെച്ചിരിക്കുക ദൈവം, താമ്രഭക്തിയായി. അല്ലേരിയ അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അല്ലേരിയ സ്തോത്രം. അല്ലെ ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അല്ലേരിയ പ്രസവിക്കാത്ത മച്ചി ആയ ഇസ്രായേൽ, അപ്പോൾ തന്നെ അവർ ഭർത്താവായ യഹോവ എന്നാണ് ഇതിന്റെ 1-ാം വാക്യം കാണുന്നത്. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോക്ക് കെട്ടിട്ടില്ലാത്തവളെ പൊട്ടി ആത്ത് ഘോഷിക്കുക. ഏകാകിനിയുടെ മകൾ ഭർത്താവുകളുടെ മക്കളെക്കാൾ എത്ര അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈ ആരംഭയ്ക്ക് പ്രസവിക്കാത്ത മച്ചി എന്ന് ഘോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് ആലങ്കാരികമായി പറഞ്ഞാൽ യഹോവയുടെ ഭാര്യയായ ഇസ്രായേൽ അല്ലേലൂയ വർഷങ്ങളായി ആത്മീയ സാധ്യതകളെ അല്ലേലൂയ ജനിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് അവളെ മച്ചിയായി സങ്കല്പിക്കുന്ന ഭാഗമാണ് കാണുന്നത്. അല്ലേലൂയ ഇസ്രായേലിന്റെ ബാബിലിന്റെ പ്രവാസ ജീവിതകാലം താൽക്കാലികമായി വിവാഹമോചനത്തിന് സമാനമായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഇതുവരെ ദൈവത്തെ അവർ ഉപേക്ഷിക്കുകയും അവർ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇനി മശീഹയുടെ ഭരണകാലത്ത് അല്ലേലൂയ ഒരു വലിയ കൂട്ടം ജനം അല്ലേലൂയ ജനം അല്ലേലൂയ അവരിൽ നിന്നും ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പോകുന്നു, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടാൻ പോകുന്നു എന്ന് പ്രവാചകൻ മുമ്പ് എഴുതി വെച്ച വചനമാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയുടെ അനുബന്ധമായി ബാബേൽ പ്രവാസത്തിൽ അടിമത്തത്തിൽ കിടന്നിരുന്ന ഇസ്രായേലിനെ ദൈവം വിടുവിച്ചു കൊണ്ടുവന്ന് കർത്താവിന്റെ മശീഹയുടെ കാലഘട്ടത്തിൽ കൂട്ടമായി ജനം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ ചേർന്നത് അല്ലേലൂയ പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ ആത്മീയസന്ധത ജനിപ്പിക്കാതിരുന്ന കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ കാലമായി കഴിഞ്ഞപ്പോൾ വലിയ കൂട്ടം ജനം യേശുവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ തുടങ്ങി. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. അല്ലേലൂയ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ ദൈവത്തിന്റെ വചനമായി അങ്ങനെ ഏകാകിനിയുടെ മകൾ ഭർത്താവുകളുടെ മക്കളെക്കാൾ അധികം എന്ന് തിരുവെഴുത്ത് നിവൃത്തിയാകും. 10-ാം വാക്യത്തിലെ സമാധാന നിയമം സമൃദ്ധി ശാന്തിയും സമാധാനവും ആരോഗ്യവും സ്വാതന്ത്ര്യവും എല്ലാം ഉൾക്കൊള്ളുന്നതാണെന്ന് പറഞ്ഞിട്ട് 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഭരിക്കില്ല എന്ന് പറയുന്നത് ദൈവം നിന്റെ സകല ശത്രുക്കളെ പരാജയപ്പെടുത്തും. ദൈവം നിനക്കെതിരെ എഴുതുക സകല ശത്രുക്കളെ ദൈവം പരാജയപ്പെടുത്തും. ഇവിടെ യിരെമ്യാ പ്രവാചകനും യെശയ്യാ പ്രവാചകനും പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം പ്രവാസ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ ബാബിലോണിയ ശക്തികൾ ഒന്നടങ്കം അല്ലേലൂയ ദൈവത്തിന്റെ ദാസന്മാർക്കെതിരെ യുദ്ധം ചെയ്തപ്പോൾ ദൈവം അവരെയൊക്കെ താമ്രഭിത്തി പോലെ ആക്കി വെച്ചു. അവർക്ക് വിരോധമായി ഉണ്ടാക്കിയ ആയുധങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി രക്തം ചെയ്യും. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ എന്തിന് ഭാരപ്പെടുന്നു? ആരെ നീ ഭയപ്പെടുന്നു? ഈ ലോകത്തെയാണോ നീ ഭയപ്പെടുന്നത്? ഇവിടുത്തെ അധികാര വർഗങ്ങളെയാണോ ഭയപ്പെടുന്നത്? ഇവിടുത്തെ സാത്താന്യ ശക്തിയാണോ ഭയപ്പെടുന്നത്? നീ ദൈവത്തിന് കളങ്കമില്ലാതെ നേരോടെ നിഷ്കളങ്ക വിശുദ്ധിയോടുകൂടി നിൽക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഈ ലോകത്തിലുള്ള ഒരു ശക്തി നീ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ വിശുദ്ധി നമ്മൾ നിൽക്കണം കേട്ടോ. വിശുദ്ധി നിൽക്കുന്നവൻ ഈ ലോകത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ ജനം നിനക്കെതിരെ ഒരുപാട് ആക്ഷേപ വാക്കുകൾ കൊണ്ടുവന്നൊക്കെ ജനം നിനക്കെതിരെ ഒരുപാട് നിനക്ക് ഇഷ്ടമില്ലാത്ത അനവധി വാക്കുകൾ നിനക്ക് നേരെ ഉച്ചരിച്ചേക്കാം. അതവർ പഠിച്ച ജീവിതമാണ്, അവർ പഠിച്ച ചെയ്യുന്ന തൊഴിലാണ്. ലോകം എന്ന് പറഞ്ഞ കളങ്കത്താൽ നിറയപ്പെടുന്ന കളങ്കത്താൽ ചാർത്തപ്പെട്ടതെന്ന സകല ജനങ്ങളും ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. ഈ ലോകത്തിന്റെ ശക്തിയായിരിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങൾ കുടുങ്ങിക്കിടക്കുക. പാപത്തിന് വശങ്കരമായി കിടക്കുന്ന ഈ ജനം നിനക്കെതിരെ ആക്ഷേപവാക്കുകൾ കൊണ്ടുവന്നാൽ നീ അതിനകത്ത് ഭാരപ്പെടേണ്ടെന്ന. ഹല്ലേലൂയ യിരെമ്യാവേ, നീ പ്രവാസത്തിലാണെങ്കിലും ഹല്ലേലൂയ ഈ പ്രവാസം നിനക്കൊരു ബാലശിക്ഷയാ. നിന്നോട് കൂടെ ഒരു ചെറിയ ശേഷിപ്പിനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ബാലശിക്ഷ കടന്നു പോകുമെങ്കിലും ഈ ജനത്തിന് അല്ലെങ്കിൽ നീ ഉറപ്പുള്ളൊരു താമ്രഭൃത്തിയാണ്.
അവരൊന്നടങ്കം നിനക്ക് നേരെ യുദ്ധം ചെയ്യും, നീ പേടിക്കണ്ടെന്ന്. അല്ലേ, അതാണ് ദൈവവചനം പറയുന്നത് കേട്ടോ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുക്കൾ അവർ ആരൊക്കെ ആയിരുന്നാലും നിന്നെ ജയിക്കില്ലെന്ന്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിലുള്ളവരായിരിക്കാം, നിന്റെ അയൽവാസിയായിരിക്കാം, നിന്റെ സഹോദരങ്ങളായിരിക്കാം, ബന്ധുപത്രാദികളായിരിക്കാം, നിന്റെ സഭയ്ക്കകത്തുള്ളവരായിരിക്കാം, നിന്നെ സ്നേഹിച്ചവരായിരിക്കും, ജോലിക്കകത്ത് ജോലി മേഖലയിൽ നിനക്ക് നിൽക്കുന്ന സീനിയർ ആയിരിക്കാം, ഒരുപക്ഷെ നിനക്ക് താഴെയുള്ള ജൂനിയർ ആയിരിക്കാം, നിനക്ക് വിരോധമായി നിൽക്കുന്നത് ആക്ഷേപങ്ങൾ കൊണ്ടുവരും നിന്നെ തകർക്കുവാൻ. അവിടെയും ദൈവം പറയുന്നത്, നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുക്കളെ നീ ഒരിക്കലും ഭയപ്പെടേണ്ട, അവർ നിന്നെ ജയിക്കുകയില്ല. കർത്താവ് നിങ്ങളുടെ ശത്രുക്കൾക്ക് മധ്യേ വിരുന്നൊരുക്കുന്നവനാണ്. കർത്താവ് നമ്മുടെ ശത്രുക്കൾക്ക് മധ്യേ വിരുന്നൊരുക്കുന്നവനാണെന്ന് 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ശത്രുക്കൾക്ക് മുമ്പാകെ വിരുന്നൊരുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നിന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത പാനപാത്രം നിറഞ്ഞ് കവിയുന്നു എന്ന് പറയാൻ ദാവീദിന് ഇത്രമാത്രം ചങ്കൂറ്റം വന്നത്. തനിക്ക് ചുറ്റും അനുഭൂതി പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ, പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ, വെല്ലുവിളികൾ ദാവീദിന് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ കൊട്ടാരം വിട്ട് ഓടേണ്ടി വന്നു. എൻഗതി മരുഭൂമിയിലും അതുല്ല ഗുഹകളിലും അതുല്ല മരുഭൂമിയിലും ഒക്കെ. ഹല്ലേലൂയ. ദാവീദ് അരയന്റെ സാഹചര്യം വന്നപ്പോഴും, ഹല്ലേലൂയ, തന്റെ മകനടക്കമുള്ള എല്ലാവരും തനിക്കെതിരെ ശത്രുത്വത്തിലേക്ക് വന്നപ്പോഴും, ഹല്ലേലൂയ, ദാവീദിനോട് യഹോവയായ ദൈവം പറഞ്ഞു, നിന്റെ ശത്രുക്കൾ കാണുക, എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്ന ദൈവമാ, എന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതാ. ഇവിടെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ശത്രുക്കൾ നിനക്കെതിരെ വട്ടം കൂടുമ്പോൾ, ശത്രുക്കൾ നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ, ശത്രുവിന്റെ എണ്ണ കൂടുമ്പോൾ അവർ കാണുക നിനക്ക് വിരുന്നൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ എന്തിനെ ഭയപ്പെടുന്നു? പ്രൈസ് ലോർഡ്. നീ ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. കാൽവറി ക്രൂശിൽ നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തത്താൽ നിന്നെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ചെടുത്ത നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. നീ ജനത്തിനു നീ ഒരു താമ്രഭിത്തിയ. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധം ഭരിക്കയില്ലെന്ന്. ഹല്ലേലൂയ. നിന്നെ കുറ്റം വിധിച്ച അനവധി നാവുകൾക്കാണ്, നിന്നെ ന്യായം വിധിച്ച അനവധി നാവുകൾക്കാണ് നിനക്ക് ഏഷണി പറഞ്ഞ്, നുണ പറഞ്ഞ്, കള്ളത്തരം പറഞ്ഞ്, വ്യാജം പറഞ്ഞ് നിന്നെ അപവാദത്തിലേക്ക് കൊണ്ടുവന്ന്, അപവാദത്തിൽ നിന്നെ നാണം കെടുത്തി അനവധി നാവിനെ നീ കുറ്റം വിധിക്കുന്നൊരു ദിവസമുണ്ടെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഭാരപ്പെട്ടു പോകണ്ട കേട്ടോ. ദൈവം നിനക്ക് അനുകൂലമാ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് ഞാൻ പറയട്ടെ, ദൈവം നിനക്ക് അനുകൂലമാ. എന്നെ കേൾക്കുന്ന യുവക്കന്മാരെ, നീ ഒറ്റപ്പെട്ട അനുഭവമാണോ, സങ്കടപ്പെടുന്ന അനുഭവമാണോ, നിരാശകളാണോ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ, കടക്കണികളാണോ, ശക്തി നടപടി നിന്റെ മുമ്പിൽ വന്നു നിൽക്കുകയാണോ, ജീവിതത്തിൽ തളർന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ എത്ര വലുതായിരുന്നാലും, ഒരുപക്ഷെ നിലയിലാ കയത്തിൽ മുങ്ങി താഴുന്നത് പോലെ നീ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എത്തി വന്നാലും, ഹല്ലേലൂയ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, സ്തോത്രം, നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിന് കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നോട് കൂടെയാ. അവന്റെ വലം കൈ നിന്നെ താങ്ങി നിർത്തും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, എത്രമാത്രം കഷ്ടതകൾ, സങ്കടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ നീ അനുഭവിക്കുന്നു. അല്ലെങ്കിൽ നാളെയെക്കുറിച്ച് ഓർത്ത് നീ ഭാരപ്പെടുന്നില്ലേ? നാളെ എന്ത് ചെയ്യും? നാളത്തെ ജീവിതം എങ്ങനെയാകും? മക്കളെ എങ്ങനെ പഠിപ്പിക്കും? അവർക്ക് എന്ത് ആഹാരം കൊടുക്കും? എന്ത് വസ്ത്രം കൊടുക്കും? അവരെ എങ്ങനെ വിവാഹം കഴിച്ചയക്കും? എങ്ങനെ വീട് വെക്കും? എങ്ങനെ കടം തീർക്കും? അല്ലേരിയ, ഒരു തുണ്ട് ഭൂമി എങ്ങനെ വാങ്ങും? എന്തൊക്കെ ഓർത്ത് കാലങ്ങളായി വിലപിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവം നിന്നെ ഒരു താമ്രഭിത്തിയാക്കി നിന്ദിച്ചൊരു മധ്യം മാനിക്കാൻ പോവുകയാണ്. രക്തം ചെയ്യും. ദൈവം നിന്നെ ഉയർത്തും. നിനക്ക് നഷ്ടപ്പെട്ടതിനെയൊക്കെ മടക്കി തരാൻ ദൈവം ആഗ്രഹിക്കുക. നിനക്ക് നഷ്ടപ്പെട്ടു പോയ നിന്റെ നന്മകളെ, നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നന്മകൾ, വിശ്വാസത്തിന്റെ പേരിൽ നിനക്ക് നഷ്ടമായി പോയതൊക്കെ 100 മടങ്ങായിട്ട് ദൈവം മടക്കി തരാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നതിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകളുണ്ട്, മരണകരമായ അനുഭവത്തിൽ കടന്നു പോകുന്നവരുണ്ട്. അവരോട് പറയുക, ദൈവം നിന്നെ അമ്മ മാനിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്.
ദൈവം നിന്നെ മാനിച്ചാൽ ഈ ലോകത്തിന് നിന്നെ തകർക്കുവാനൊന്നും കഴിയില്ലെന്ന്. ദൈവം നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്ന് അടയ്ക്കുവാൻ ഈ ലോകത്തിന് കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നിനക്ക് മുമ്പിൽ ചില വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ചില വാതിലുകൾ ദൈവം നിന്റെ മുമ്പിൽ തുറക്കുമ്പോൾ ലോകം നിന്നെ കണ്ട് അത്ഭുതപ്പെടുന്ന നിലയിൽ ദൈവം നിനക്ക് വേണ്ടി നന്മ ചെയ്യും. അല്ലെ, അതാ എന്റെ ശത്രുക്കൾ കാണുക നീക്ക് വിരുദ്ധൊരുക്കുന്നു. ദാവീദ് എന്ന് പറയുന്ന വ്യക്തി ഇശായിയുടെ മക്കളിൽ ഹല്ലേലൂയ എട്ടാമനാണ്. ഹല്ലേലൂയ. എട്ടാമനായ ദാവീദിന്റെ ജീവിതം എന്ന് പറയുന്നത് ആമേൻ അപ്പന്റെ ആടുകളുമായി മേയിച്ചുകൊണ്ട് വനാന്തരത്തിലൂടെയുള്ള ജീവിതമാ. ആ വനം എന്ന് പറയുന്നത് അത്ര അനുകൂലമല്ല, സാഹചര്യം നല്ലതല്ല. കാട്ടുമൃഗങ്ങളാൽ നിറയപ്പെട്ട വലിയ ഘോര നിബിഡമായ വനമായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു വനാന്തരത്തിലൂടെ അപ്പന്റെ ആടുകളും മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആടുകൾ നഷ്ടപ്പെട്ടു പോകാതെ ആടുകളെ നോക്കി നടത്തുകയും തിരിച്ച് ഭവനത്തിലേക്ക് വരുമ്പോൾ കൃത്യമായ ആടുകളെ കൊണ്ടുകൊടുക്കുകയും മാത്രമല്ല കൂട്ടത്തിൽ ചലപിടിക്കുന്ന ആടുകൾ പ്രസവിച്ച കുട്ടികളെ കുറിച്ചുള്ള എണ്ണവും തിട്ടവും ഒക്കെ ഇശായിക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് കൃത്യമായി വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, കണക്ക് ബോധിപ്പിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് വനാന്തരത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിംഹവും കരടിയും നിനക്ക് നേരെ കടന്നു വന്നാലും, ഹല്ലേലൂയ, നിന്റെ കയ്യിലിരിക്കുന്ന ആടുകളെ പിച്ചു ചിന്ത മാംസഭാമി ഭക്ഷണമാക്കാൻ വന്നാലും നിന്നെ വനാന്തരത്തിൽ ഒരു താമ്രഭിത്തിയാക്കി മാറ്റിയെടുക്കുവാൻ എനിക്ക് കഴിയുമെന്ന് ദാവീദിനെ വെളിപ്പെടുത്തിയതുപോലെ, ദാവീദിനെ ദൂത ദൈവം കൈമാറിയതുപോലെ, ഒരുപക്ഷെ ഇരമ്യാ പ്രവാചകനോട് പറഞ്ഞ ദൂത ദാവീദിന്റെ ജീവിതം നിറവേറിയെങ്കിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്നെ തകർക്കുവാൻ കടന്നു വരുന്ന ശുദ്ധ ശക്തികളുടെ കയ്യിൽ നിന്ന് നിന്നെ വിടിവിച്ചെടുത്തതിന് മുമ്പിൽ ഒരു താമ്രഭിത്തിയാക്കി ദൈവം നിന്നെ മാറ്റും. പ്രൈസ്. വിശ്വസിക്കാമോ? സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. നിന്റെ തകർച്ച കാണുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്റെ യേശു മാത്രമേ നിന്റെ കണ്ണുനീര് കാണുന്നുള്ളൂ. നിന്റെ ഭവനത്തിന്റെ അവസ്ഥ കാണുന്നത് യേശു മാത്രമാ. നിന്റെ കണ്ണുനീര് കാണുന്നത് യേശു മാത്രം. എത്ര കാലമായി മാറാ രോഗത്താൽ നീ ഭാരപ്പെട്ട് മാരകമായ രോഗത്തിന് അധീനമായി നീ തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയല്ലേ? എന്റെ കണ്ണുനീര് ആര് തുടയ്ക്കും? എന്റെ സങ്കടം ആര് കേൾക്കും? എന്റെ വേദനകൾ ആര് മാറ്റും? എന്റെ രോഗത്തിന് ശമനമില്ലേ? എന്റെ ശാപം മാറത്തില്ലേ? പാപം മാറത്തില്ലേ? എനിക്കൊരു അനുഗ്രഹം കിട്ടത്തില്ലേ? എന്റെ കുടുംബത്തിന് ഉയർച്ചയില്ല, എന്റെ മക്കൾക്ക് ഉയർച്ചയില്ല, എന്റെ ഭാവിക്കൊരു വ്യത്യാസം വരത്തില്ലേ? ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധികൾ നടുവിൽ എനിക്കൊരു ആശ്വാസമില്ലേ എന്നൊക്കെ ഓർത്ത് നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? പ്രൈസലോ. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിന്നെ ജലത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും. അവർ നിന്നോട് യുദ്ധം ജയിക്കില്ലതെ. ദൈവം നിന്നെ ഒരു താമ്രഭിത്തിയായി നിന്നെ നിന്ദിച്ചോടെ മടിയുന്നാമെ നടുവിൽ നിന്നെ ഉയർത്താൻ പോകുകയാണ്. പ്രൈസലോ. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ ഒന്ന് വിശ്വസിച്ചാട്ട്. ഞാൻ ഈ വചനമൊക്കെ പറയുമ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെടുന്ന വ്യക്തിയാണ്, ഒരുപാട് ഭാരപ്പെടുന്ന വ്യക്തിയാണ്, ഒരുപാട് മാനസിക സംഘർഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെപ്പോലൊക്കെ തന്നെ ഒരുപാട് പ്രതികൂലങ്ങളെ ഞാനും അതിജീവിച്ചു കൊണ്ടിരിക്കുക. കാറ്റും കൊടുങ്കാറ്റും ജീവിതത്തിനെ കാഞ്ഞടിക്കാം, പെരുങ്കാറ്റ് കടന്നു വരാം, പെരുമഴ കടന്നു വരാം, പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. ഹല്ലേലൂയ. നിലവിളിയുടെ അനുഭവം കടന്നു വരുമ്പോഴും നാല് സൈഡിൽ നിന്നും കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച് ഈശാന മൂലം നിനക്ക് നേരെ കടന്നു വരുമ്പോൾ, പൗലോസേ നീ ഭയപ്പെടേണ്ടെന്ന് യേശു പൗലോസിനോട് പറഞ്ഞതുപോലെ, അതെ, അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ഞാനും കടന്നു പോകുന്ന വ്യക്തിയാണ്. അല്ലേ? പക്ഷെ എൻ്റെ വിശ്വാസം എന്താ? ഈ ജനത്തിന് ഞാൻ നിന്നെ ഹല്ലേലൂയ ഒരു താമ്രഭിത്തിയാക്കി വെക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യില്ല. അതാണ് നിന്റെ ഉറപ്പ് കേട്ടോ. ഹല്ലേലൂയ. ആ ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ നിന്നെ ഉടയ്ക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. അതുകൊണ്ട് സ്തോത്രം. ദാവീദ് പറയാണ്, എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്ന എന്റെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം നിറച്ച് കവിയുന്നു. സന്തോഷിപ്പാൻ വകയേറെയാകട്ടോ. പിന്നത്തെ ദാവീദ് പറഞ്ഞു, നന്മയും കരുണയും എൻ്റെ ആഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന സഹോദരി, നാളുകൾ എത്ര നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് സങ്കടപ്പെടുകയുന്നു. ആരെങ്കിലും ഒന്ന് മിണ്ടുവാനില്ലാതെ, ആരോടും സംസാരിപ്പാനില്ലാതെ അടച്ചു പൊട്ടിയിട്ട 4 ചുമരുകൾക്കുള്ളിൽ നീ വേദനപ്പെടുന്ന ദിവസങ്ങളില്ലേ? അടച്ചു പൊട്ടിയിട്ട മുറിക്കുള്ളിൽ 4 ചുമരുകൾക്കുള്ളിൽ എത്രയോ നാളുകൾ നീ വിതുമ്പുന്നു. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ കാണുവാൻ, ഒരു മനുഷ്യനോട് സംസാരിപ്പാൻ, ഒരു മനുഷ്യനോട് അല്പസമയം ചെലവഴിച്ചതിന്റെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി എത്ര കാലങ്ങളായി നീ കണ്ണുനീർ തൂകുന്നു. സ്വന്തം ഭർത്താവിന് നിന്നെ വേണ്ട, സ്വന്തം മക്കൾക്ക് നിന്നെ വേണ്ട, അവരെല്ലാം തിരക്കേറിയവരാണ്. അതിൽ ഏകാഗ്രിയെ പോലെ നീ ഭാരം അനുഭവിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, നാളുകൾ കഴിയും മുമ്പേ നിന്നെ എതിർത്തവരുടെ മുമ്പിൽ, നിന്നെ നിന്ദിച്ചതിനെ മാറ്റി നിർത്തയുടെ മുമ്പിൽ ഞാൻ നിന്നെ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി മാറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് കരമടിച്ച് ദൈവത്തെ
സ്തുതിച്ചാട്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ പോവുകയാണ്. എനിക്കറിയാം, ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ എനിക്കറിയാം. ജീവിതത്തിൽ 4 ചുവരുകൾക്കകത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നവരെ എനിക്കറിയാം. സങ്കടങ്ങൾ, വേദനകൾ. ഞാൻ അങ്ങനെയുള്ളവരൊരിക്കൽ പോകാറും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. ഒരു ആശ്വാസത്തിന് വേണ്ടി, ഒരു സമാധാനത്തിന് വേണ്ടി. എല്ലാവരും കൈവിടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എല്ലാവരും കൈവിടപ്പെടുമ്പോൾ, എല്ലാവരും ഒറ്റപ്പെടുമ്പോൾ, എല്ലാവരും നിന്ദിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, ജീവിതത്തിന്റെ വെല്ലുവിളി കടന്നു വരുമ്പോൾ നാം ഭാരപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തെ മരണകരമായ അനുഭവം. ഹല്ലേലൂയ. മരിച്ചു പോയാൽ മതിയെന്ന് ചിന്തിക്കുന്ന, മരണം വന്നാൽ മതിയെന്ന് ചിന്തിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും യിരെമ്യാവേ, നിനക്കൊരു മരണമല്ല ഇവിടെ ആവശ്യം. ഈ ഭാവിയിലെ ഈ ജനത്തിന് നിന്നെ ഞാൻ ഉറപ്പുള്ള ഒരു താമ്രഭിത്തിയാക്കി വെച്ചിരിക്കുക. കാരണം ഈ ജനത്തിനൊരു പുറപ്പാടുണ്ട് അവിടെ നിന്നാണ്. അല്ലേ? അത് ഭാവിയിൽ ജനത്തിന് പുറപ്പാണ്. പക്ഷേ അവിടുത്തെ ജനത്തിന്റെ പാപത്തെ ബോധ്യപ്പെടുത്തണമെങ്കിൽ യിരെമ്യാവിനെ പോലെ ശക്തന്മാരായിരിക്കുന്ന പ്രവാചകന്മാർ താമ്രഭിത്തി പോലെ നിൽക്കണം. അല്ലേരിയ. ഇന്നത്തെ പ്രവാചകന്മാരല്ല കേട്ടോ. ഇന്നത്തെ പ്രവാചകന്മാരും താമ്രഭിത്തിയല്ല, ഇരുമ്പ് തൂണും അല്ല. അല്ലേരിയ. ഇന്നത്തെ പ്രവാചകന്മാരൊക്കെ പണമാണ്. പണമാണ് ഇന്നത്തെ പ്രവാചകന്മാരിൽ 90%. പക്ഷെ യിരെമ്യാവിന്റെ കാലഘട്ടത്തിൽ യിരെമ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ പണമല്ലായിരുന്നു. അല്ലേരിയ. അവൻ ആ ജനത്തിന് താമ്രഭിത്തിയായിരുന്നു. അവരുടെ പാപങ്ങളെ ബോധ്യപ്പെടുത്തി, അവരുടെ പാപങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തവരെ മാനസാന്തരം നയിക്കുക. അതിന്റെ നടുവിൽ വലിയ സന്നാഹങ്ങൾ യിരെമ്യാവിന് കടന്നു വന്നാലും യിരെമ്യാവ് അനുഭവിച്ച പോലെ വേദനകളൊന്നും വേറെ ആരും അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. പഴയ നിയമത്തിൽ വളരെ വേദന അനുഭവിച്ച വ്യക്തിയാണ്. കണ്ണീർ തൂകിയ ഒരു വ്യക്തിയായി യിരെമ്യാവ്. കണ്ണീരിന്റെ പ്രവാചകൻ നമ്മൾ വിളിക്കുന്നത്. അത്രമാത്രം കഠിനമായ ശോധനയുടെ കടന്നുപോയവൻ. എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, യുവതീവാക്കന്മാരോട് പറയട്ടെ, നീ ഒറ്റപ്പെട്ടവളാണോ? കണ്ണുനീരിന്റെ നടുവിലാണ് കടന്നു പോകുന്നത്. നിരാശർ മാത്രമാണ്. അതില്ല, നീ തകരുകയില്ല. നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിന് കഴിയും. നീ ജയം പ്രാപിക്കണം. നീ എഴുന്നേറ്റ് പ്രകാശിക്കണം എന്റെ കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ. ഭാരങ്ങൾ വെച്ച് നിന്റെ മനസ്സിനകത്ത് നീറിപ്പോകാൻ നീ ഒരു മനോരോഗിയായി മാറാതെ, ഹല്ലേലൂയ, നീ കർത്താവിന്റെ ശബ്ദം കൊണ്ടു എഴുന്നേക്കണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കും കേട്ടോ. ഇവിടെ ദൈവത്തിന്റെ വചനം ചില സന്ദർഭങ്ങളിൽ ചില മനുഷ്യൻ നിങ്ങളെ വിളിച്ച് വല്ലാത്ത രീതിയിൽ ശകാരിക്കുകയും ആക്രോശിക്കുകയും നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് നിന്റെ സമൂഹത്തിന്റെ നിലയിൽ ഒറ്റപ്പെടുത്തി വീട്ടിലിരിക്കുന്ന സമയത്ത് നിന്റെ ബന്ധുക്കൾ സഹോദരങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അവരുടെ മുമ്പിൽ നിന്നെ കൊച്ചാക്കുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലില്ലേ? 4 പേര് കൂടുന്ന സമൂഹത്തിൽ നിന്നെ തരം താഴ്ത്തുന്ന അനുഭവം നിന്റെ ഭർത്താവിൽ നിനക്ക് വന്നിട്ട് നിന്റെ ഭാര്യയിൽ നിന്ന് വന്നിട്ടില്ലേ? ഹല്ലേലൂയ. സഭയ്ക്കകത്ത് നിന്നെ നിന്ദിച്ച് അപമാനിക്കുന്ന അനുഭവങ്ങൾ കൂടെ നിന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് നിന്നെ അപവാദം പറഞ്ഞ് കളിയാക്കുന്ന, നിന്നെ ഒറ്റപ്പെടുന്ന നിനക്ക് ആക്രോശങ്ങൾ കടന്നു വന്നിട്ടില്ലേ? ഹല്ലേലൂയ. അത് നിനക്ക് നേരെ ഒരുപാട് വെല്ലുവിളികൾ കടന്നു വരും. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ കാല ജീവിതം പരിശോധിച്ചാൽ അനവധി ഫോൺ കോളുകൾ എന്നെ നിങ്ങളെ വിടുവിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മനോവേദനയ്ക്ക് കൊണ്ടുപോയി അനവധി സംഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരുടെ വാക്കുകൾ നിന്റെ ഹൃദയത്തെ തകർക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരുടെ ക്രൂരമായ വാക്കുകൾ, ചാട്ടുളി പോലെ അവരുടെ നാവിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ നിന്റെ ഹൃദയത്തെ കീറി മുറിച്ച് തന്നെ വേദനിപ്പിക്കുന്ന, നിരാശപ്പെടുന്ന അനുഭവങ്ങൾ നിനക്ക് നേരെ കടന്നു വരാം. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മലകളെ നീക്കുവാൻ, ഹല്ലേലൂയ, മലകളെ നീക്കുവാനും മലകളെ ചവിട്ടുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ വിളിച്ചത്. മലകളെ ചവിട്ടണം. കുന്നും മലയിൽ ചവിട്ടി, ഹല്ലേലൂയ, മലകളെ നീക്കുവാനായി, മലകളെ ചവിട്ടുവാനായി വിളിക്കപ്പെട്ട നീ മൺകൂനെ കണ്ട് ഭയപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. നിന്നെ ദൈവം വിളിച്ച് മലകളെ ചവിട്ടാൻ വേണ്ടിയിട്ടാ, ഉറപ്പുള്ള താമ്രവൃത്തിയായിട്ടാ. ഹല്ലേലൂയ. അവിടെ നീ മൺകൂന കണ്ട് ഭയപ്പെട്ടു പോകരുത്. ഈ ലോകം എന്ന് പറയുന്നൊരു മൺകൂനയാണ്. മഴ പെയ്താൽ ഒലിച്ചു പോകും. ഹല്ലേലൂയ. കാറ്റ് വന്നാൽ പൊടി പാറിപ്പോകും. അതുകൊണ്ട് നിനക്ക് മുമ്പിൽ നിൽക്കുന്ന മൺകൂനകളെ കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്. മലകളെ ചവിട്ടുവാൻ വേണ്ടി നിനക്ക് ദൈവം അധികാരം തന്നുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 10:19 വായിക്കുന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തിൽ ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. അപ്പം മലകളെ ചവിട്ടുവാൻ വിളിച്ച നീ
മൺകൂന കണ്ട് ഭാരപ്പെടരുത്. അല്ലെങ്കിൽ സാത്താൻ പല്ലിളിക്കും, പിശാച് നിനക്ക് പല്ലിളിക്കും. ചില ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ചില ആളുകളെ നിങ്ങളുടെ അയൽവാസിയെ നോക്കിയാട്ട്, നിങ്ങളുടെ ബന്ധുക്കളെ നോക്കിയിട്ട്, സഭയ്ക്കകത്ത് നോക്കിയാട്ട്, നിന്റെ ജോലി സ്ഥലത്ത് പിശാച് പല്ലിളിച്ച് കാണിക്കുന്ന പോലെ പലരും നിന്നെ പല്ലിളിച്ച് കാണിക്കാറില്ലേ? നീ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ, എന്തോ പാപം ചെയ്ത പോലെ നിന്നെ കാണുമ്പോൾ മാറി നിന്ന് ചെവി കടിച്ചു പറിക്കും, നിനക്കെതിരെ കുറ്റം പറയും, നിനക്കെതിരെ ആക്ഷോഭം പറയുന്ന ചിലരൊക്കെ അങ്ങോട്ട് വട്ടം കൂടി നിനക്കെതിരെ വലിയ തിന്മയുടെ ഭാഗങ്ങൾ ഒരുക്കുമ്പോൾ പിശാച് പല്ലിളിക്കുന്ന പോലെ ചിലർ നിനക്കെതിരെ പല്ലിളിച്ചുകൊണ്ട് വരുന്നിട്ടില്ലേ ശ്രോതാവേ? നീ അതിനെ ഒന്നും കണ്ട ഭയപ്പെടണ്ട. പാമ്പുകളെയും തേളുകളെയും ശതം ബലത്തെ ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം ഉണ്ട്. മലകളെ ചവിട്ടുവാൻ നിനക്ക് അധികാരം. നീ മൺകൂരയൊന്നും കണ്ട് ഭാരപ്പെടണം. അപ്പൊ നിനക്ക് മുമ്പിൽ ശത്രു ആരാണ്? മൺകൂരയാണ്. ദൈവത്തിന്റെ ഒരു പെരുമഴ പെയ്ത, ദൈവം ഒരു പെരുമഴ അയച്ചാൽ ആ മൺകൂര ഒലിച്ചു പോകും. കണ്ടില്ല, എത്ര വലിയ മലകൾ പോലും മഴകൾ പെയ്യുമ്പോൾ മലകൾക്ക് അകത്ത് കെട്ടി നിൽക്കുന്ന വെള്ളം അത് മലകൾക്കകത്ത് പൊട്ടി പുറത്തെറ്റി വരുമ്പോൾ അവിടെ നിൽക്കുന്ന മൺകൂനകൾ എന്ത് ചെയ്യുന്നു? ആ മലകൾ എന്ത് ചെയ്യുന്നു? അല്ലേലിയ, അല്ലേ സ്തോത്രം, അത് അവിടെ നിന്നും തകർന്ന് തരിപ്പണമാകുന്നത് പോലെ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ഈ മൺകൂനകളൊക്കെ ഉണ്ടല്ലോ, ഒലിച്ചു പോകുന്നു. പ്രൈസ് ലോർഡ്. നീ അധികാരമുള്ളവനാ, നീ അധികാരമുള്ളവനാ, അധികാരം പ്രാപിച്ചവനാ. നീ ജയാളിയായ കർത്താവിന്റെ മകനാ. കാൽവരി ക്രൂശിൽ അല്ലെ പാപലരി സ്തോത്രം, മരണത്തെയും പാതാളത്തെയും ലോകത്തെ സാത്താനെ ജയിച്ചവനാ നമ്മുടെ ദൈവം. അല്ലേലൂയ. ഇവിടെ ദൈവം ഉറങ്ങുന്ന ദൈവമല്ല, മയങ്ങുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അല്ലെ? ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് യിരെമ്യാ പ്രവാചകനെ പോലൊരു താമ്രഭിത്തിയാക്കി ദൈവം നിന്നോട് വെച്ച് മലകളെ ചവിട്ടുവാനുള്ള അധികാരം നിന്നെ ഇവിടെ നിർത്തിയിരിക്കുമ്പോൾ ഹല്ലേലൂയ, അതിന്റെ നടുവിൽ നീ ജയാളിയായി നിൽക്കണം. കാരണം നമ്മുടെ കർത്താവ് ജയാളിയ. സാത്താൻ പരാജിതനാ. സാത്താൻ പരാജയപ്പെട്ട് കാൽവരി ക്രൂശിൽ തന്നെ പിശാചിന്റെ തലയെ കർത്താവ് തകർത്ത് കളഞ്ഞു, ചവിട്ടി തകർത്ത് വെതിച്ചു കളഞ്ഞു. പാമ്പിന്റെ തലയെ വെതിച്ചു. അതുകൊണ്ട് നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സർപ്പശക്തികൾ, ദേശത്തിന്റെ പൂരികൾ, ആഭിചാര മന്ത്രവാദ കൂടോട്ട ശുദ്രശക്തികൾ, നിനക്കെതിരെ മറ്റുള്ള ചെയ്യുന്ന ചെയ്ത്തുകൾ, ചരടൻ ഗോതിക്കെട്ടുകൾ നിനക്കെതിരെ കൊണ്ടുവന്ന് ചെയ്യുന്ന സകല ദുഷ്ടതയും നീ അതിനെ കണ്ട് ഭയപ്പെടേണ്ട. അവർ നിന്നോട് യുദ്ധം ചെയ്യുമെന്ന്, പക്ഷെ അവർ ജയിക്കത്തില്ല. അവർ ചെയ്യുന്നതിന്റെ പരാജയം അവർ അനുഭവിക്കും. അതുകൊണ്ട് നിനക്ക് വിരോധമായി എഴുന്നേറ്റ സകല നാവിനെയും നീ കുറ്റം വിധിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത്. രക്തം ചെയ്യും. നീ തകരാതെ നിൽക്കണം കേട്ടോ. ഫ്രീസറോ വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇന്ന് നിങ്ങളും പലതരം എതിർപ്പുകളുടെയും ശത്രുക്കളെയും നേരിടുന്ന നിങ്ങൾ ഭയപ്പെടാതെ, ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ വലിയവനാണ്. ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ വലിയവനാണ്. ആ ഒരു ദൃഢവിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അല്ലെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16, 17, 18, 16, 17 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അതിന് അവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞ് പിന്നെ എലീശ പ്രാർത്ഥിച്ച്, യഹോവ ഇവൻ കാണത്തക്കോണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാലിക്കാരന്റെ കണ്ണ് തുറന്ന് എലീശയുടെ ചുറ്റും അതിമയമായ കുതിരകളും രഥങ്ങളും കണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. എന്താണ് ഇവിടെ സംഭവിച്ചത്? എലീശയെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കൂട്ടം ജനം കടന്നു വരിക. എലീശയെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അരാമ്യ സൈന്യം വന്ന് പാളയത്തിൽ നിറഞ്ഞിരിക്കുക. എലീശയുടെ അല്ലെങ്കിൽ സ്തോത്രം വലിയ ബാലിക്കാരനെതിരെ അരാമ്യ സൈന്യം സകല സന്നാഹങ്ങളോടുകൂടെ വന്നു നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്ത വിധത്തിൽ അരാമ്യ സൈന്യം ജയം പ്രാപിച്ച് നിൽക്കുമ്പോൾ എലീശയുടെ ബാലിക്കാരൻ കണ്ടിട്ട് ഭയപ്പെട്ടു പോയി. അല്ലെങ്കിൽ എലീശയുടെ ബാലിക്കാരൻ അല്ലെങ്കിൽ ചെന്ന് പറയുക, ദൈവപുരുഷന്റെ ബാലിക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ട് ബാലിക്കാരൻ അവരോട്, യജമാനനെ നാം എന്തു ചെയ്യും? എലീശയുടെ ബാലിക്കാരൻ ചോദിക്കുക, യജമാനെ നാം എന്ത് ചെയ്യും? അവനങ്ങ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവന് സഹിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം പട്ടണം വളഞ്ഞിരിക്കുക. അപ്പോഴാണ് എലീശ പറയുന്നത്, അതിനവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവനേക്കാൾ അധികം എന്ന് പറഞ്ഞു. അത് എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഈ ലോകത്തിലുള്ളവൻ, ലോകം മനുഷ്യൻ വ്യാപരിക്കുന്ന സാത്താനാ. ലോക മനുഷ്യൻ വ്യാപരിക്കുന്ന ലോക മനുഷ്യനുള്ള ശക്തി എന്ന് പറഞ്ഞാൽ സാത്താന് ശക്തിയാണ്.
എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് യേശുവിനെ രക്ഷിതാവും പിതാവായി സ്വീകരിച്ച ദൈവമക്കളുടെ ഉള്ളിൽ വസിക്കുന്നത് ദൈവമാകട്ടോ. അതുകൊണ്ട് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നമ്മോട് കൂടെയുള്ളവെന്ന് ഏലിശ പറയുന്നത്. എന്നിട്ട് ഏലിശ പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അരാമ്യ സൈന്യം പാളയം വിട്ട് ഓടാൻ വേണ്ടിയിട്ടല്ല ഏലിശ പ്രാർത്ഥിച്ചത്. അരാമ്യ സൈന്യം പട്ടണം വളഞ്ഞത് കർത്താവിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ അരാമ്യ സൈന്യത്തെ ഇവിടെ കാണരുത്, അവർ ഇവിടുന്ന് അവർ തുന്നം പാടി ഓടണമെന്നല്ല ഏലിശ പ്രാർത്ഥിച്ചത്. എന്തിനാണ് ഏലിശ പ്രാർത്ഥിച്ചത്? ഏലിശ യഹോവേ ഇവൻ കാണത്തക്കോണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യക്കാരൻ കാണത്തക്കോണം അവന്റെ കണ്ണം തുറക്കണമേ. അല്ലെങ്കിൽ അവൻ പുറത്ത് നിൽക്കുന്ന സൈന്യത്തെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുക. അതുകൊണ്ട് ഏലിശയുടെ പ്രാർത്ഥനയിൽ പറയാം, ഈ ബാലിക്കാരൻ കാണാൻ വേണ്ടി ദൈവത്തിന്റെ മഹത്വം. പ്രാർത്ഥന യഹോവ ബാലിക്കാരന്റെ അകത്തെ കണ്ണ് തുറന്നു. അവന്റെ പുറം കണ്ണുകൊണ്ട് നോക്കിയപ്പോഴാണ് പാളയം നിറഞ്ഞിരിക്കുന്നത് കണ്ടത്. പക്ഷെ അവന്റെ ആത്മീയ കണ്ണ് തുറന്നപ്പോൾ എന്ത് ചെയ്തു? സോദരം അഗ്നിമയമായ ഏലിശയുടെ ചുറ്റും അഗ്നിമയ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത്. സൈന്യത്തിന് മുമ്പിൽ ഏലിശയെ ഒരു താമ്രഭിത്തി പോലെ ആക്കി മാറ്റുവാൻ യഹോവയായ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കാൻ ശ്രദ്ധാവേ, നീ എന്തിനു ഭാരപ്പെടുന്നു? എന്തിനെയാണ് ഭയപ്പെടുന്നത്? നിന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതും പറഞ്ഞത്. ഹല്ലേലൂയ. 1 യോഹന്നാൻ ലേഖനം 4-ാം അധ്യായം വായിക്കുന്നത്, കുഞ്ഞുങ്ങളിൽ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളതിനേക്കാൾ വലിയ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനാരാ? ഈ ലോകത്തിന്റെ ദൈവം. ലോകത്തിലുള്ളവനാരാ? ഈ ലോകത്തിന്റെ പ്രഭു. അവരാരാണ്? സാത്താൻ, പിശാച്. ഹല്ലേലൂയ. അപ്പം സാത്താനേക്കാൾ, ഈ ലോകശക്തിയേക്കാൾ വലിയവൻ ഒരുവൻ നിന്റെ ഉള്ളിലുള്ള യേശുവാണ്. ഹല്ലേലൂയ. ഈ കാണുന്ന മുൻ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായി ദൈവാണ്ടഘടാംഗത്തെ നിർമ്മിച്ച അഖിലാണ്ടത്തിന്റെ ഈ ബ്രഹ്മാണ്ടത്തെ അടക്കി വരിക്കുന്നവൻ, 7 വൻകരയുടെ 7 വൻകടലിന്റെ അധിപതിയായിരിക്കുന്നവൻ, സർവത്തെ സൃഷ്ടിച്ചവൻ, നമ്മുടെ സൃഷ്ടാവും ഭർത്താവുമായിരിക്കുന്ന യഹോവയായ ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരത്തുന്ന, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന യേശു നിന്റെ ഉള്ളിലുണ്ട്. അവൻ ഈ ലോകത്തുള്ളവരെക്കാൾ വലിയവനാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, തളരരുത് കേട്ടോ, ക്ഷീണിക്കരുത്. ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ ഏറ്റം നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന വചനമൊക്കെ ഉണ്ട്. അതെന്നെ ക്ഷീണിക്കുമ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനമാണ് നമ്മെ നിലനിർത്തുന്നത്. ഭക്തനായ മോശ ഇസ്രായേൽ ജനങ്ങളെ നോക്കി അവരെ ദൃഢപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേലിനെ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ. അവൻ നിന്റെ സഹായത്തിന് പരിചയം, നിന്റെ മഹിമയും വാളുമാകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും. നീ അവരുടെ ഉന്നതങ്ങളിൽ നടകൊള്ളും എന്ന് കർത്താവ് മോശയുടെ സാജനത്തോട് സംസാരിച്ച് ആവർത്തന പുസ്തകം 33:29 വായിച്ചാൽ കാണാൻ കഴിയും. സാജനം വളരെ ഭയപ്പെട്ടു. ഹല്ലേലൂയ. സാജനം വളരെ ഭയപ്പെട്ടു, നിരാശനാ. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, അവിടെ ദൈവം മോശയിലൂടെ സാജനത്തെ ദൃഢപ്പെടുത്തുക. എന്നിട്ട് ദൈവം പറയാണ്, ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാരാണ്? യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, നിന്റെ സഹായത്തിന് പരിചയം, നിന്റെ മഹിമയുടെ വാളും ഞാനാകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണഭാവം കാണിക്കുമെന്ന്. ഹല്ലേലൂയ. ഇത്രയും ഉറപ്പൊക്കെ തന്നാ പോരെ നമ്മുടെ ദൈവം? ഇത്രയും വലിയ വാഗ്ദത്വമൊക്കെ തന്നാ പോരെ നമ്മുടെ ദൈവം? അല്ലേ മതിയെന്നേ. നമ്മുടെ ദൈവം വലിയവനാ. നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. നാം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നാം ദൈവങ്ങളിലല്ല നമ്മുടെ പ്രത്യാശ, കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. നാം ദേവാലയങ്ങളിലല്ല പോകുന്ന, ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവരാ. നമ്മൾ ദൈവത്തിന് മന്ദിരമാ. അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്രീത, നിന്നെ നടത്തുന്ന നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും. അതേ കർത്താവ് ശത്രുക്കളെ അതിജീവിക്കാനുള്ള അധികാരവും ശക്തിയുമാണ് ദൈവം നിനക്ക് നൽകുന്നത്. ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിച്ചല്ലോ. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയായി വെക്കും, അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കില്ലെന്ന്.
ആ യിരെമ്യാ പ്രവാചകന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ യഹോവയായ ദൈവം യിരെമ്യാവിനോട് പറഞ്ഞൊരു വാക്യമുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമ്രം മതിലുമാക്കിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കുകയില്ല. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ എന്താ പറയുന്നത്? സകല ജനത്തിനും സകല ജനത്തിലെ നല്ല യിരെമ്യാവിനെ ഹല്ലേലൂയ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമ്രം മതിലുമാക്കിയിരിക്കുകയാണ്. അവർ നിന്നോട് യുദ്ധം ചെയ്യാൻ ജയിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രശ്നിക്കുക, ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പ് ഞങ്ങൾക്ക് കഴിയില്ല, എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിക്കുന്നുവെന്ന് യെഹോശാഫാത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേലിനെതിരെ കടന്നു വന്ന ശത്രുക്കൾ തമ്മിൽ ചിത്രിക്കുമാർ ദൈവം അവരുടെ കണ്ണുകൾ കണ്ടത പിടിപ്പിച്ചെങ്കിൽ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, ദൈവം നിനക്കൊരു ദൈവം നിന്നെ ഒരു താമ്ര വൃത്തിയാക്കി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ തകരരുത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിന്റെ സങ്കടങ്ങൾ, കണ്ണുനീര്, ദുഃഖങ്ങൾ, നീ കടന്നു പോകും വേദന നടുവില് നീ ഭാരപ്പെടുത്തി യിരെമ്യാവിനെ കാത്ത ദൈവം, യെശയ്യാവിനെ കാത്ത ദൈവം, മോശയെ ദൃഢപ്പെടുത്തിയ ദൈവം, ദാവീദിനെ ദൃഢപ്പെടുത്തിയ ദൈവം, പൗലോസിനെ ദൃഢപ്പെടുത്തിയ ദൈവം, ആ ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന്. ഇരിയുന്ന തീയിൽ നിന്നെ കൊണ്ടിട്ടാലും തിളച്ചു മറിയുന്ന എണ്ണയിൽ കൊണ്ടിട്ടാലും പത്മോസിന്റെ ഏകാന്തത്തിനെ വലിച്ചെറിഞ്ഞാലും അവിടെയും നീ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രമതിരാ. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജനത്തിന്റെ ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടുവാൻ യേശുവിന്റെ നാമം മഹത്വപ്പെടുവാണ്ടേകണമേ. പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ, ബന്ധനത്തിന്റെ, ആഭിചാര, മന്ത്രവാദ, കൂടോത്സൂത്രത്തിന്റെ എല്ലാ ഭയത്വശക്തി, എല്ലാ സർപ്പശക്തിയുടെ കയ്യിൽ നിന്നും കർത്താവ് ജനത്തെ വിടിവിച്ച് ഞാൻ സ്വന്തമായി ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ, ജനത്തിന്റെ ദൈവമക്കൾക്ക് നേരെ കടന്നു വരുന്ന എല്ലാ തന്ത്രങ്ങളെയും ദൈവം നീക്കി ഈ ജനത്തിന് കർത്താവ് ഒരു താമ്രവതിനായി, ഉറപ്പുള്ള താമ്രവതിനായി ജനത്തെ യിരെമ്യാവിനെ പോലെ പണിയുന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചില്ല. ബാലശിശുവിടെ കടന്നു പോകേണ്ടി വന്നാലും അതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപിപ്പിക്കുന്ന യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവിന്റെ ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വൃത്തരാശന യാചകർ, ഓർഫനേജ്, ഓട്ടജീവ്, തടവറയിലാരി ജനത്തിനായി, ലോകമുള്ള ക്രൈസ്തവ സമൂഹത്തിനായി, ദൈവമക്കൾക്കായി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി സുവിശേഷം വേലമുഖം ഉപദ്രവിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന ജനത്തിനായി കർത്താവ് സുവിശേഷവും ചേരുകളിൽ കിടക്കുന്നവർക്കായി പ്രാർത്ഥിക്കും. രക്തസാക്ഷ്യം ഭരിച്ച് ഒറ്റപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കായി കർത്താവ് ഇവരുടെ മുഖത്ത് നിന്ന് അപമാനം കേൾക്കുന്ന വടക്കേന്ത്യ പ്രദേശത്തിൽ വിശേഷം മുഖാന്തരം പീഡ അനുഭവിക്കുന്നവർ ലോകരാജ്യങ്ങളെ തീവ്രവാദികളാൽ ക്രൈസ്തവ സമൂഹം തകർക്കപ്പെട്ടു. അതിന്റെ നടുവിലും യിരെമ്യാവിനെ ഒരു താമ്രവൃത്തിയാക്കി നിർത്തിയതുപോലെ ജനത്തിന് ഞങ്ങളുടെ ദൈവമക്കൾ നിർത്തണമേ. കർത്താവ് ലോകരാജ്യ രാഷ്ട്രത്തനന്മാർ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ, സുവിശേഷങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരുമാനമാകണമേ പ്രാർത്ഥിക്കുന്നു. മദ്യവും, മയക്കുമരുന്നും, പാൻസം, ലഹരി പദാർത്ഥം, ചെട്ടിക, വ്യഭിചാര, ബലസംഘ, അശുദ്ധി, ദുഷ്കാമ, കൊട്ടേഷൻ, ഗുണ്ടകൾ, സ്ത്രീ മാഫികൾ, ഭൂമാവികൾ, ബ്ലേഡ് മാഫികൾ, കൊള്ള, പലിശക്കാർ, അഴിമതിക്കാർ, കരിച്ചുകത്താർ, പൂഴ്ത്തിവെപ്പുകാരൻ, കർത്താവ് കൈക്കൂലിക്കാർ, അഴിമതിയുമോ കൊണ്ട് നിറയപ്പെട്ട കേരളം, ഭാരത, ലോക രാജ്യങ്ങൾക്കകത്ത് സമാധാന നിയമം കൂട്ടിനും പ്രാർത്ഥിക്കുന്നു. സാത്താനി ആരാധന, സാത്താനി കൊണ്ട് സാത്താനി കൂട്ടങ്ങൾ, ഓൺലൈൻ സാത്താനി ആരാധന പെരുകുന്ന ഈ കാലഘട്ടത്തിൽ സകല ജനത്തെയും നശീകരണത്തിലേക്ക്, പാപത്തിലേക്ക് വലിച്ചിഴക്കുന്ന സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും ഈ ജനം വിടുവിക്കപ്പെട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ വരുന്ന പ്രതികൂലങ്ങളെ അതിജയിപ്പാണ്ടേകണം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധം ഫലിക്കുകയില്ല. നിനക്ക് വിരോധമായി കുറ്റം വെച്ച് നാവിനെ നീ വിധിക്കുമെന്ന് കർത്താവ് പറഞ്ഞത് ഒരു ജനത്തെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകലത്തും വരെ ദൈവം നീതിയോട് പുറമെ ഇന്ന് പകർക്കും ലോകമെമ്പാട് വ്യത്യസ്തമായി സമയങ്ങൾ നടക്കുന്ന ഞങ്ങളുടെ കൂടിയവരുകളെ ദൈവം അനുഗ്രഹിക്കാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കാലാവസ്ഥകളും ജനത്തെ ആരാധന കൂട്ടിവരുത്തനായി പ്രാർത്ഥിക്കുന്ന സകല മഹത്വം എടുക്കണമേ. യേശു കർത്താവിന്റെ വിടിയേറെ നാമത്തിൽ തന്നെ ആമേൻ.